പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്. സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ നമുക്ക് നീതി നൽകുന്നിടത്തോടെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യുന്നത്. അവർ പറഞ്ഞതാണ്. അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെയ് 15 മുതൽ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ എവിടെയാ സ്കീം, എവിടെയാ ഓഫർ, എന്ത് വാങ്ങിച്ചാൽ എന്ത് കിട്ടും എന്നും പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. ഇപ്പോൾ ഫ്രീ എന്ന് കേട്ടാൽ ചാടി വീഴാണ്ടിരിക്കുമോ? ഏതായാലും ഇരിക്കട്ടെ. കോൺഗ്രസ് പറയണമായിരുന്നു എന്ത്, മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം എന്ന് പറയണമായിരുന്നു, 15-ാം തീയതി എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ കോൺഗ്രസ് ഇത്ര സീറ്റുകളോടുകൂടി വിജയിച്ചാൽ അതിൻ്റെ അകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ജനങ്ങളും ചിന്തിച്ചില്ല, കോൺഗ്രസിൻ്റെ അകത്തും ചിന്തിച്ചില്ല. അത് ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ്. അതിപ്പോൾ ആരെയും കുറ്റം കൊണ്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ ഇത്ര ധൃതി കൊണ്ടുള്ള കാര്യം എന്താ? ഇപ്പോൾ മെയ് 15 കഴിഞ്ഞാൽ 16-ാം തീയതി നിങ്ങളൊക്കെ മരിച്ചു പോകുന്നു? ഇല്ലല്ലോ. 5 കൊല്ലം ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു മന്ത്രിസഭ രൂപീകരിക്കട്ടെ, അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ പോയാൽ പാവങ്ങൾ പെടാപ്പാട് വിടുക. അതിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ വേണം. അല്ല 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും, 300 രൂപയ്ക്ക് ഗ്യാസ് കിട്ടും എന്നുള്ള പ്രഖ്യാപനത്തിൽ തോട്ടിയും പടിയും വലിച്ചിട്ട് ഇറങ്ങാത്ത ടീമുകൾ ഈ ഒരു കേവലം ഒരു ബസ് യാത്ര ഫ്രീ ടിക്കറ്റിൻ്റെ വിഷയത്തിൽ മെയ് 14-12 മണി കഴിയട്ടെ എന്നും പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് തോട്ടിയും പടിയും പിടിച്ച് ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം അങ്ങനെ മനസ്സിലായില്ല. അതിങ്ങനെ പാർട്ടിയാണ് അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ചോറ് തിന്നുന്ന ബുദ്ധിയുള്ള ആളുകൾ എന്താ ചിന്തിക്കുക? ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇത്രയും പ്രശ്നം നടക്കുക, മന്ത്രിസഭ രൂപീകരിക്കട്ടെ, ഒരു ഭരണം തുടങ്ങട്ടെ, അതിന് ശേഷം വാഗ്ദാനങ്ങളൊക്കെ പിൻവലിക്കുകയാണെങ്കിലല്ലേ ഈ തോട്ടിയും പടിയും പിടിച്ചൊക്കെ ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം തന്നെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഈ സ്ത്രീകൾക്ക് ബസ് യാത്ര കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം അതൊരു ശരിയായ നിലവാരമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രഖ്യാപനം വേണം, അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. ഇത് കോൺഗ്രസ്സിന് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം KSRTCയിൽ സൗജന്യ യാത്ര അത് അതിൻ്റെ അവകാശികൾക്കാണ് അർഹതപ്പെടുന്നുള്ളൂ. എത്രയോ സമ്പന്നരായ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ആ കുടുംബത്തിലെ സ്ത്രീകൾക്കൊന്നും ഈ KSRTC ബസ്സിലെ ഫ്രീ യാത്ര അത് അവർക്ക് അർഹതപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കാറിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്, ലക്ഷറി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്, ഓരങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ ഇത്തരം സൗജന്യങ്ങളൊക്കെ താഴ്ന്ന ആളുകൾ, താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ഈ BPL കാർഡൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, സാധാരണ വീടും വെച്ചിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അത്തരം കുടുംബത്തിലെ സ്ത്രീകൾക്ക്, വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സൗജന്യ യാത്ര അർഹതപ്പെടുന്നുള്ളൂ. അതല്ലാതെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇത് സൗജന്യ യാത്ര ആക്കിയാൽ അത് വലിയൊരു ആപത്തിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല ഈ പ്രൈവറ്റ് ബസ് കമ്പനിക്കാരുടെ അന്നം മുട്ടിക്കുന്നൊരു വിഷയം കൂടിയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇപ്പോൾ തോട്ടിയും പടിയും പിടിച്ചിറങ്ങിയ ആളുകൾ എന്ത് ചെയ്യുക? ഒന്ന് ക്ഷമിക്കുക, ഒരു മന്ത്രിസഭയൊക്കെ രൂപീകരിക്കട്ടെ, ഭരണം തുടങ്ങട്ടെ, എന്നിട്ട് പോരെ ഈ അട്ടഹാസങ്ങളൊക്കെ.